ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ നാടൻ ചിക്കൻ ഫ്രൈ. അകത്തത് നല്ല സോഫ്റ്റായിട്ടും പുറത്ത് നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ. സാധാരണ ചിക്കൻ ഫ്രൈനെക്കാട്ടിയും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന്. ഇതാണ് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ ഫ്രൈയുടെ മാരിനേഡ് ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത് പാലാണ്. അര കപ്പ് പാൽ. അതിലൊരു 1.5 സ്പൂൺ നാരങ്ങാനീര് ചേർത്തിട്ട് 5 മിനിറ്റ് വെക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബട്ടർ മിൽക്ക് കൺസിസ്റ്റൻസിയിലാവും ഈ പാലും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്തത്. ഇതിലേക്കാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. ആദ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ചേർക്കുന്നത് റവയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ റവ. അത് നല്ല ക്രിസ്പി ആയിട്ട് വരും ചിക്കൻ വറുത്ത് കഴിയുമ്പം, അതിനാണ് റവ ഇടുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി, എരിവിൻ്റെ ആവശ്യമനുസരിച്ച്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത് മല്ലിപ്പൊടിയാണ്, അതൊരു വലിയ ടേബിൾ സ്പൂൺ. പിന്നെ ഗരം മസാല, അത് ഒരു വലിയ ടീസ്പൂൺ. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ, നല്ല ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ. ഇത്രയാണ് മാരിനേഡിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈയുടെ മസാല റെഡിയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ബോൺലെസ് ചിക്കൻ പീസസ് ആണ്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ബോൺലെസ് പീസസ്. അപ്പോൾ ഇത് ഈ മസാലയിൽ നന്നായിട്ട് കവർ ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് കവർ ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഈ മാരിനേഡിൽ ചിക്കൻ വയ്ക്കുക, നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ചിക്കൻ പീസസിൽ. ഇത് വേണമെങ്കിൽ തലേദിവസം പുരട്ടി വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ച് അടുത്ത ദിവസം വേണമെങ്കിൽ വറക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് വറക്കാവുന്നതുമാണ്. ഇനി നമുക്കിത് വറക്കാം. ഞാൻ ഒരുപാട് എണ്ണയൊന്നും എടുക്കണില്ല. ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു തവയിൽ കുറച്ച് ഒരു സെമി ഷാലോ ഫ്രൈ പോലെ ചെയ്യാനാണ് മാത്രമല്ല, എണ്ണ മുക്കി പൊരിക്കുന്നില്ല. അപ്പോൾ അത് ബോൺലെസ് പീസസും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ചിക്കൻ പീസസ് ഒത്തിരി എണ്ണ കുടിക്കും. അപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ട് മാത്രം ഇടുക ചിക്കൻ പീസസ്. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഒരുപാട് തീയായി പോയിട്ടുണ്ടെങ്കിൽ പുറമെ മാത്രം കുക്കായിട്ട് അകത്ത് അത്രയ്ക്ക് കുക്കാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്യുക. ഇപ്പം നല്ലോണം ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കൻ. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു ചെറിയ മസ്ലിൻ തുണിയിലോ അങ്ങനെ ഇടുക, എണ്ണയൊന്ന് വറ്റി പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി വറുത്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റൈസ് ബ്രൈൻ ഓയിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രൈൻ ഓയിലോ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇത് റൈസ് ബ്രൈൻ ഓയിലാണ്. ഞാൻ എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആദ്യം ഒഴിച്ച ആ എണ്ണയിലാണ് മുഴുവൻ ചിക്കനും വറുത്തെടുത്തേക്കുന്നത്. നല്ല ക്രിസ്പിയാണ്. റവ ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ലോണം ക്രിസ്പി ആയിട്ട് വരും. പിന്നെ ഒത്തിരി എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അത് നല്ല ടേസ്റ്റാണ് ഇതിന്.
അപ്പോൾ എൻ്റെ പെട്ടെന്നുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിന്ന് ചോറിൻ്റെ കൂടി കഴിക്കാൻ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.